അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്നും ഒനിൽ സാബു ഔട്ടായിരിക്കുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഗംഭീരമായൊരു വിടവാങ്ങൽ തന്നെയായിരുന്നു. സാധാരണ ആൾക്കാർ കരഞ്ഞു നിലവിളിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അതെ, അവരുടെ മുഖത്ത് വായിച്ചെടുക്കുവാൻ സാധിക്കും അവരുടെ ആ തീരാത്ത സങ്കടവും ദുഃഖവും ഒക്കെ. ചിരി വരുത്തിയാണ് പലരും പോകുന്നത്. പക്ഷേ ഒനില് ആഘോഷത്തോടെ തന്നെയാണ് പോയത്. തനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതെല്ലാം ചുരുങ്ങിയ വാക്കുകളിൽ ആ വേദിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്റെ നാടിനെ, കൊച്ചിയെ, ഫോർട്ട് കൊച്ചിയെ വാനോളം ഉയർത്തിപ്പിടിച്ചിട്ട് അഭിമാനത്തോടുകൂടി ഒനിൽ ആ വേദി വിട്ടു പോവുകയാണ്. കഴിഞ്ഞ 60-ലധികം ദിവസങ്ങളിൽ അവിടെ നിന്ന ഒനിലിന്റെ ഗെയിമിനെ പലപ്പോഴും വിമർശിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ അയാൾ നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, നല്ലത് ചെയ്തപ്പോൾ അതിനെ നല്ലതാണ് എന്ന് പറയുവാനും കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇന്ന് അദ്ദേഹം വേദി വിട്ടു പോകുമ്പോൾ ഒരു വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. അത് ഒനിൽ മാത്രമല്ല, നമ്മൾ എത്ര വിമർശിക്കുന്ന വ്യക്തികളാണെങ്കിലും അവസാന സമയം ആ ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ വീട്ടിലുള്ള ഓരോരുത്തരുടെയും മുഖത്ത് മിന്നിമറയുന്ന വികാരഭാവങ്ങളും ഓരോരുത്തരുടെയും നയനങ്ങൾ സജലമാകുന്നതും ഒക്കെ കാണുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സിന്റെ ഏതോ ഒരു കോണിൽ ഒരു നൊമ്പരമുയരാറുണ്ട്. ആ സമയത്ത് നമ്മൾ തന്നെ മനസ്സിൽ ചിന്തിക്കും, ഇപ്പോൾ പോകണ്ടായിരുന്നു, കുറെ ദിവസങ്ങൾ കൂടി അവരവിടെ ഉണ്ടായിരുന്നുവെങ്കിലെന്ന്. പ്രത്യേകിച്ച് ഇന്ന് ഒനിൽ ഔട്ടാകുന്നതിന് തൊട്ട് മുൻപ് ഒരു വലിയ വഴക്കിന്റെ ഭാഗമായിട്ട് ഒനിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. അതിന്റെ സങ്കടവും വേദനയും എല്ലാം മനസ്സിൽ നിലനിൽക്കുമ്പോഴാണ് താനാണ് എവിക്റ്റ് ആകുന്നത് എന്നുള്ള കാഴ്ച ആ TV സ്ക്രീനിൽ കാണേണ്ടി വരുന്നത്. താൻ നോക്കി നിൽക്കുകയാണ് മിന്നിമറയുന്ന ഓരോ ദൃശ്യങ്ങളും. കഴിഞ്ഞ 60ഓളം ദിവസങ്ങൾ താൻ എങ്ങനെയായിരുന്നു ആ വീട്ടിൽ സർവൈവ് ചെയ്തത് എന്നുള്ളത് തന്നെ ബിഗ് ബോസ് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതെല്ലാം കാണുമ്പോഴും താൻ അങ്ങനെ ചിരിച്ച മുഖത്തോടുകൂടി ആസ്വദിച്ച് കാണുകയാണ്. ഒടുവിൽ എല്ലാവരെയും കെട്ടിപ്പിടിച്ച്, ആരോടും എനിക്ക് യാതൊരു വിരോധവുമില്ല, എല്ലാം ഇവിടെ കഴിഞ്ഞു, ഇവിടെ ഇട്ടിട്ട് പോകുന്നു എന്ന് അഭിലാഷ് പറഞ്ഞതുപോലെ താനും അത് തന്നെ പറഞ്ഞ് ആ വേദി വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒനിൽ 2ാം തവണയാണ് ബിഗ് ബോസ് വീട് വിട്ട് പുറത്തു പോകുന്നത്. ഇടയ്ക്കൊരു മിഡ് വീക്ക് എവിക്ഷൻ വന്നപ്പോൾ ഒനിലും ശാരികയും കൂടി പുറത്തുപോയി. പക്ഷേ ശാരിക മടങ്ങി വന്നിട്ടും ഒറ്റയാഴ്ച മാത്രമേ തനിക്ക് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഒനിലിന് കുറെ കൂടി അവിടെ നിൽക്കുവാൻ കഴിഞ്ഞു. അതൊരു വലിയ കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ തന്റെ ഗെയിം കുറച്ചുകൂടിയൊക്കെ ഇംപ്രൂവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് പ്രേക്ഷകർ ഇവിടം വരെയോളം നിർത്തി. എങ്കിലും എവിക്ഷന്റെ ആ സമയമായപ്പോൾ സാബുമാന്റെ മുഖത്ത് വലിയൊരു ടെൻഷൻ കാണുന്നുണ്ടായിരുന്നു. താനായിരിക്കും പുറത്തു പോകുന്നത് എന്ന് ഏകദേശം ഉറപ്പിച്ചു. ലക്ഷ്മിയും അങ്ങനെ തന്നെയായിരുന്നു. താനത് തുറന്നു പറയുകയും ചെയ്തു. ഞാൻ കാര്യമായി ഒന്നിലും ഇൻവോൾവ് ചെയ്തിട്ടില്ല, ഒരുപക്ഷെ പുറത്തു പോയേക്കാം, അതിൻ്റെതായിട്ടുള്ള സങ്കടം തോന്നുന്നുണ്ട്, ഇതൊക്കെ ലക്ഷ്മിയും പറയുന്നുണ്ട്. എന്നാൽ താൻ എവിക്റ്റായി എന്നുള്ള വാർത്ത സാബുമാൻ ഒരു ഞെട്ടലോടുകൂടിയായിരുന്നു കേട്ടത്. കാരണം അയാൾക്ക് തന്നെ അറിയാം അയാൾ ഒന്നും അവിടെ ചെയ്യുന്നില്ല, താൻ അവിടെ നിൽക്കുവാൻ യാതൊരു യോഗ്യതയുമുള്ള വ്യക്തിയല്ല എന്ന്. പക്ഷേ പ്രേക്ഷകർ അയാളെ ഇഷ്ടപ്പെട്ടു. അയാൾ ഒന്നും ചെയ്യുവാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നില്ല, വെറുതെ അവിടെ ചിരിച്ചോണ്ടിരുന്നാൽ മതി, ഞങ്ങൾ വോട്ട് ചെയ്യാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ അയാളെ അവിടെ നിർത്തിയിരിക്കുകയാണ്. എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഒരാൾ കൂടി പുറത്തു പോയിരിക്കുന്നു.